ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നാളെ വിഷുക്കണി ഒരുക്കുവാനായിട്ടുള്ള തിരക്കിലായിരിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാളെ കണി കാണേണ്ട സമയം ഏതാണ് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചും മാത്രമല്ല, നാളെ നമ്മൾ രാവിലെ കണ്ണുകൾ തുറന്നതും ഭഗവാനെ നോക്കി ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യമേ പറയാം, നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷുദിന ആശംസകൾ. ആദ്യം തന്നെ നമുക്ക് വിഷു കണി കാണേണ്ട സമയം ഏതാണ് എന്ന് കാണാം. മേടം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന സമയമാണ് മേട സംക്രമം അഥവാ വിഷു സംക്രമം എന്ന് പറയുന്നത്. ഇത്തവണ ഏപ്രിൽ 14 മീനമാസം 30-ാം തീയതി പുലർച്ചെ 3:21 സംക്രമം നടക്കുന്നത്. ഇതനുസരിച്ച് കണി കാണേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ 3:21 മുതൽക്ക് 4:45 അതല്ലെങ്കിൽ 5 മണി വരെയുള്ള സമയത്ത് നമുക്ക് കണി കാണാവുന്നതാണ്. ഇന്ന് തലേന്ന് തന്നെ നമ്മൾ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങും. എല്ലാവരും തന്നെ അതിൻ്റെ തിരക്കുകളിലുമാണ്. സന്ധ്യയ്ക്ക് മുമ്പേ തന്നെ വീടും പരിസരവും എല്ലാം ശുദ്ധമാക്കി, പണ്ടുകാലത്തുള്ളവരെല്ലാം തന്നെ ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കിയിരുന്നൊരു ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലർക്കെങ്കിലും, നാട്ടിൻ പുറത്തുള്ളവർക്കെല്ലാവർക്കും ചാണകം കുറച്ച് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം നമുക്ക് വീടിനുള്ളിലെല്ലാം തെളിച്ചു വിടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് കണിയൊരുക്കം എന്ന് പറയുന്നതും. ഈ കണിയൊരുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. നേരത്തെ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. വീട്ടിലെ മുതിർന്നവർ ആരാണോ അവർ നിലവിളക്ക് മാത്രം തെളിയിക്കില്ല, മറ്റെല്ലാ ജോലികളും ഇന്ന് ഒരുക്കി വെക്കും. അതായത് ഭഗവാനെ മഞ്ഞപ്പട്ട് ഉടുപ്പിക്കുന്നതും അതുപോലെ തന്നെ കണി വസ്തുക്കളെല്ലാം അലങ്കരിച്ചു വെക്കുന്നതും കൂടാതെ തന്നെ നാണയങ്ങളും അതുപോലെ തന്നെ നോട്ടുകളും എല്ലാം നമ്മൾ ഭഗവാന്റെ തിരുമുന്നിലെല്ലാം വെച്ചിട്ടാണ് കിടന്നുറങ്ങുവാൻ പോകുന്നത് പതിവ്. അങ്ങനെ കിടന്നുറങ്ങി വന്നതിന് ശേഷം അത് വീട്ടിലെ ആരാണെങ്കിലും ശരി, നമ്മുടെ വീട്ടിലുള്ള മക്കളോടും നമ്മൾ പറഞ്ഞു വെക്കുക, നാളെ രാവിലെ കണ്ണുകൾ അടച്ച് നമ്മൾ ഭഗവാനെ കാണുവാനായിട്ട് വരുന്ന സമയത്ത് കണ്ണുകൾ തുറന്ന ഉടനെ ഈ ഒരു മന്ത്രം 21 തവണ ചൊല്ലുക എന്ന്. ഇതിന് കുളിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും കണി കാണുന്നത് കുളിക്കാതെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെയാണ്. അതിനാൽ നമുക്കിത് കുളിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഒരു വർഷത്തിൻ്റെ തുടക്കമായിട്ടാണ് മേടമാസം നമ്മൾ കരുതപ്പെടുന്നത്. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭം. ഈ വർഷാരംഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടണം. നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടണം. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടണം എന്നിങ്ങനെ അനേകായിരം പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ ഈ വിഷുവിനെ വരവേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു മന്ത്രം മാത്രം എല്ലാവരും ചൊല്ലാവുന്നതാണ്. ആ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം. ഓം ക്ലീം കൃഷ്ണായ നമഃ. ഓം ക്ലീം കൃഷ്ണായ നമഃ. ഓം ക്ലീം കൃഷ്ണായ നമഃ എന്നുള്ള മന്ത്രം 21 പ്രാവശ്യം കണ്ണുകൾ തുറന്ന് ഭഗവാനെ ദർശനം ചെയ്ത് നമുക്ക് ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ വീട്ടിലെ മുതിർന്നവരിൽ നിന്ന് നമുക്ക് കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. ഈ കൈനീട്ടം വാങ്ങിക്കുമ്പോഴും നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കാം. ഓം ശ്രീം നമ, ഓം ശ്രീം നമ, ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം 7 തവണ ജപിച്ച് കൈനീട്ടം സ്വീകരിക്കാം. കാരണം നമുക്ക് നാളെ തുടക്കത്തിൽ തന്നെ നാണയമാണ് വന്നു ചേരുന്നത്. നാണയം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ പ്രതീകമായ മഹാലക്ഷ്മി ദേവി തന്നെയാണ്. കുബേര ഭഗവാന് തുല്യമാണ് 1 രൂപ നാണയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര രൂപ കൊടുക്കുകയാണെങ്കിലും അതിനോടൊപ്പം 1 രൂപയും ചേർത്ത് വെച്ച് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഈ നാണയമോ അല്ലെങ്കിൽ നോട്ടോ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ഓം ശ്രീം നമ, ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം ജപിച്ച് അത് വാങ്ങിച്ച് ചിലവാക്കാതെ മാറ്റിവെക്കുക. ആദ്യം നമുക്ക് ആരാണോ കൈനീട്ടം തരുന്നത് അവരുടെ തുക നമ്മൾ ഒരിക്കലും ചിലവാക്കാതെ നമ്മുടെ ക്യാഷ് ബോക്സിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അതും അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗുകളിലോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തൊഴിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല വരുമാനം വരുവാൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ പണവരവ് വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്ന ഒന്നാണ്. അത് കാരണം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി നാളെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കേണ്ട സാധനം, അതായത് നാളത്തെ ആദ്യത്തെ ചിലവ് എന്ന് പറയുന്നത് ശുഭചിലവായിരിക്കണം. നാളെ മാത്രമല്ല, നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും മലയാള മാസം 1-ാം തീയതികളിലും നമ്മൾ വാങ്ങിക്കുന്ന ചിലവ്, ആദ്യത്തെ ചിലവ് ശുഭചിലവാണെങ്കിൽ
നമ്മുടെ സാമ്പത്തിക നില ഉയർന്നു വരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അതുകാരണം തന്നെ നാളെ നിങ്ങൾ വാങ്ങിക്കേണ്ട ആ ഒരു സാധനം എന്ന് പറയുന്നത് രാവിലെ കല്ലുപ്പ് വാങ്ങിക്കാവുന്നതാണ്. കല്ലുപ്പ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒന്നും മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ട് പറയപ്പെടുന്ന ഒന്നും കൂടി ആയതിനാൽ നമുക്ക് നാളെ കാലത്ത് തന്നെ കല്ലുപ്പ് വാങ്ങിക്കുക. ചിലർ ചോദിക്കും പൊടിയുപ്പ് വാങ്ങിച്ചോട്ടെ എന്ന്. കല്ലുപ്പ് തന്നെയാണ് വാങ്ങിക്കേണ്ടത്. അത് മറക്കാതെ നമ്മൾ വാങ്ങിക്കണം. അതിനോടൊപ്പം ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പച്ച മഞ്ഞളോ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിൽ നമുക്ക് നാളെ വയ്ക്കാം. നാളെ മുഴുവൻ സമയവും പൂജാമുറിയിൽ അത് ഇരുന്നോട്ടെ. പല സ്ഥലങ്ങളിലും കണിയൊരുക്കുന്ന സമയത്ത് കല്ലുപ്പ് വെക്കുന്നത് ഒരു ശീലമാണ്. അത് ഉണ്ടെങ്കിലും സാരമില്ല. നാളെ നമ്മൾ ആദ്യമായി വാങ്ങിച്ച ശുഭചിലവ് നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളെയാണ് കൊണ്ടുതരുന്നത്. അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നവർക്ക് നിങ്ങൾ 2-3 പേർക്ക് അന്നദാനം നൽകാവുന്നതാണ്. പ്രധാനമായും ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു കാര്യമാണ് അന്നദാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ നാളെ വിഷുവാണ് മാഡം, ആർക്കാണ് ഞങ്ങൾ അന്നദാനം കൊടുക്കുന്നത്, എല്ലാവരും വിഷു ആഘോഷിക്കുകയല്ലേ എന്ന് പറയുകയാണെങ്കിൽ സാരമില്ല. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അന്നദാനത്തിനായിട്ടുള്ള കാണിക്ക വഞ്ചി ഉണ്ടാകും. അവിടെ കൊണ്ടുപോയി നമ്മളെ കൊണ്ടാകുന്ന തുക നമുക്ക് ആ കാണിക്ക വഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വരാവുന്നതാണ്. ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടേക്ക് വാങ്ങിക്കൊടുക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം. നെയ്യ് പ്രധാനമായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു 50 ഗ്രാമോ 100 ഗ്രാമോ നെയ്യ് വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തിക തടസ്സം ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് നെയ്യ് എന്ന് പറയുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒന്നുമാണ് ഈ നെയ്യ്. അതിനാൽ നമുക്ക് നെയ്യ് വാങ്ങിച്ചു കൊടുക്കാം. ഇനി എണ്ണ, അതായത് ദീപം തെളിയിക്കുവാനുള്ള എണ്ണ വാങ്ങിച്ചു കൊടുക്കാം. അത് എന്തിനാണെന്നാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനായിട്ട് എണ്ണ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് കുങ്കുമമാണ്. നമ്മൾ അവിടെ ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ ദേവി സന്നിധി ഉണ്ടെങ്കിൽ അവിടുത്തെ തിരുമേനിയോട് ഈ കുങ്കുമം വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് പറയും. അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ ദേവി സന്നിധിയുടെ മുന്നിൽ തന്നെ നമുക്കൊരു കുങ്കുമം ഇട്ടുവെക്കുന്ന പാത്രമുണ്ടാകും. അതിൽ നമുക്ക് കുങ്കുമം കൊട്ടിവെക്കാവുന്നതാണ്. വരുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ അത് എടുത്തു വയ്ക്കുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാനും സന്തോഷകരമായി ജീവിക്കുവാനും, അതല്ല വിവാഹം കഴിയാത്തവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ വിവാഹം കൈകൂടി വന്ന് അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതുപോലുള്ള ഒരു വധുവിനെയോ വരനെയോ ലഭിക്കുവാനും സാധിക്കുന്ന ഒരു ചെറിയ ചെറിയ മാർഗ്ഗങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. വലിയ ചിലവുകളൊന്നുമില്ല. നമ്മൾ വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി വളരെയധികം ചിലവുകളാണ് എല്ലാവർക്കും. പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട. ഞാൻ പറയുന്നത് ചെറിയ ചെറിയ ചിലവുകൾ, നിങ്ങളെക്കൊണ്ട് എന്ത് സാധിക്കുമോ അത് മാത്രം നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നാളത്തെ വിഷു മാത്രമല്ല, നാളെ മുതൽക്ക് ഇനിയുള്ള നമ്മുടെ ജീവിതം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടുവാനായിട്ടും നമുക്കെല്ലാവർക്കും നാളെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.